നമസ്കാരം. മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഒരു സമ്പന്നനാണ്. മുതലാളി ആയതുകൊണ്ട് മാത്രം രാഷ്ട്രീയക്കാരനാവുകയും സീറ്റ് കിട്ടുകയും മന്ത്രിയാവുകയും ചെയ്ത് കായിക വകുപ്പ് അടക്കമുള്ള ചെറിയ ചില വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ് അബ്ദുൾ റഹ്മാൻ. അയാൾക്ക് നമ്മുടെ ഖജനാവിലെ പണം മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന സംശയം നമുക്കൊക്കെ ഉണ്ടാവും. പലപ്പോഴും നല്ല സമ്പത്തുള്ള മനുഷ്യർ പോലും എന്തിനാണ് ഖജനാവ് കാണുമ്പോൾ അതിൽ കൈയിട്ട് വാരുന്നത് എന്ന സംശയം എനിക്കുണ്ടാവാറുണ്ട്. നമ്മുടെ കുവൈറ്റ് ചാണ്ടി എന്നറിയപ്പെട്ടിരുന്ന കുട്ടനാട്ടുകാരൻ തോമസ് ചാണ്ടി കോടീശ്വരനായിരുന്നു. കേരള നിയമസഭയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന് വലിയ റിസോർട്ടുകളും കുവൈറ്റിന് വലിയ സ്കൂളുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം തൻ്റെ രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി കോടികളാണ് നമ്മുടെ ഖജനാവിൽ നിന്നും എഴുതി വാങ്ങിയത്. അദ്ദേഹം MLA യോ മന്ത്രിയോ ആയിരുന്നില്ലെങ്കിൽ ചികിത്സിക്കുകയില്ലായിരുന്നോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോഴും ഉത്തരം പറയേണ്ടതായി. ഇത് തന്നെയാണ് മന്ത്രി അബ്ദുൾ റഹ്മാനും കാട്ടിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഒരു കാര്യവുമില്ലാതെ അബ്ദുൾ റഹ്മാൻ 2 ഉദ്യോഗസ്ഥരെയും കൂട്ടി ടൂർ അടിക്കാൻ പോകുന്നു സ്പെയിനിന്. മാഡ്രിഡിൽ വെച്ച് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് അബ്ദുൾ റഹ്മാൻ നമ്മുടെ ഖജനാവിൽ നിന്നും എഴുതിയെടുത്തത് 13,07,000 രൂപയാണ്. 13 ലക്ഷം രൂപ. എന്നിട്ട് നമ്മളോട് മന്ത്രി പറഞ്ഞു, ഞങ്ങളിതാ ഇതിഹാസ താരം മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നു. മെസ്സി ഇവിടെ ഫുട്ബോൾ കളിക്കും. അതിനുവേണ്ടി ഞങ്ങൾ മലപ്പുറത്ത് പ്രത്യേക സ്റ്റേഡിയം നിർമ്മിക്കും. ഏതാണ്ട് 1 കോടി ആളുകൾ ഇത് കാണാനുണ്ടാവും. അർജന്റീനിയൻ ഫുട്ബോൾ ക്ലബ്ബ് കേരളത്തിൽ ഫുട്ബോൾ പരിശീലനം ആരംഭിക്കും. അങ്ങനെ പോയി അവകാശവാദങ്ങൾ. പക്ഷേ ഇതൊന്നും മെസ്സിയോ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനോ അറിഞ്ഞിരുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമായി. അവരാരും അറിഞ്ഞിട്ടേയില്ല. അവർക്കാർക്കും കേരളം എന്ന് പറയുന്ന ഒരു നാടുണ്ടെന്ന് പോലും അറിയില്ലായിരിക്കും. അവർക്ക് കേരളം എന്താണ്, ഇന്ത്യക്കപ്പുറത്തേക്ക് കേരളത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? പക്ഷേ ഇവിടുത്തെ ആളുകൾ മെസ്സിയുടെ ആരാധകരായതുകൊണ്ട്, ഇവിടുത്തെ ആളുകൾ ഫുട്ബോൾ പ്രേമികളായതുകൊണ്ട്, ഈ നാട്ടുകാരെ പറ്റിച്ച് ശീലിച്ച CPM മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും പറ്റിച്ചു മാത്രം പരിചയമുള്ള പിന്നീട് ചാനൽ മുതലാളിയായ ഒരു കൂട്ടരും കൂടി ഒരുമിച്ച് ചേർന്ന് തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കാവുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. 1 രൂപയുടെ ചെലവ് ഖജനാവിനില്ല എന്നായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞത്. എന്നാൽ വിവരാവകാശ അപേക്ഷയിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന രേഖകൾ തെളിയിക്കുന്നത് 13,07,000 രൂപ മന്ത്രി ഈ സ്പെയിൻ യാത്രയ്ക്ക് വേണ്ടി എടുത്തെന്നാണ്. മന്ത്രി എന്തിന് സ്പെയിനിൽ പോയി എന്ന ചോദ്യം പ്രസക്തമാണ്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളെ കാണാൻ പോവേണ്ടത് സ്പെയിനിലല്ല, അർജന്റീനയിലാണ്. ഈ സമയത്ത് അവിടെ വലിയ ഒരു മത്സരം നടക്കുകയാണ്. അർജന്റീനിയൻ ഫുട്ബോൾ താരങ്ങളോ അസോസിയേഷൻ പ്രതിനിധികളോ ആ സമയത്ത് അർജന്റീനയ്ക്ക് പുറത്ത് പോവുകയില്ല. എന്നിട്ടും മന്ത്രി ടൂർ അടിക്കാൻ പോയിട്ട് നുണ പറഞ്ഞു നാട്ടുകാരോടെ. 2-3 മാസത്തിനകം മത്സരം നടക്കണം. അപ്പോഴാണ് മന്ത്രി പറയുന്നത് അവർ വരില്ല എന്ന്. പക്ഷേ സ്പോൺസർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് ഈ തട്ടിപ്പിന് കുട പിടിച്ച റിപ്പോർട്ടർ ചാനൽ മുതലാളി ഇപ്പോഴും പറയുന്നു, ആര് പറഞ്ഞു വരില്ലെന്ന്? വരുമെന്ന്. മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ അവർ ഒരിടത്തും കളിക്കില്ല എന്ന ഭീഷണിയുമുണ്ട്. വാസ്തവത്തിൽ ഈ സർക്കാരും ഈ സമ്പ്രദായവും ഈ സംവിധാനവും ഒക്കെ അടിമുടി തട്ടിപ്പാണെന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ സ്വപ്നാടനം. ഈ നാട്ടിലെ മനുഷ്യർ എന്തു നുണ പറഞ്ഞാലും വിശ്വസിക്കും. അവർക്ക് വേണ്ടത് ജാതിയും മതവും കിറ്റും മാത്രമാണ്. അതൊക്കെ പറഞ്ഞ് അവരുടെ വോട്ട് പിടിക്കാം എന്ന് കരുതുന്ന ഒരു ഭരണകൂടം ആ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി അനേകം കേസുകളിൽ പ്രതിയായിട്ടുള്ള കളങ്കിതരായ കച്ചവടക്കാർ നടത്തുന്ന ഒരു ചാനലിനെ കൂട്ടുപിടിച്ചുകൊണ്ടിറക്കിയ നാടകമാണ്. ആ നാടകത്തിൽ എളിഭ്യരായിരിക്കുന്നത്, വിഡ്ഢികളായിരിക്കുന്നത് നമ്മളാണ്. ഓർക്കണം, ഖജനാവിലെ പണം അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ തട്ടിപ്പിനെ അവർ കുടപിടിച്ചതെന്ന്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എഴുതിയത് ആരാണെന്ന് അറിയില്ല. പ്രസക്തമായതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കാം. വെൽ പ്ലാൻഡായ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ നടന്നത്. അർജന്റീന ടീമിനെ ക്ഷണിക്കാൻ മന്ത്രി അബ്ദുൾ റഹ്മാൻ പോയത് സ്പെയിനിന്റെ തലസ്ഥാനമായ മാഡ്രിഡിലോട്ട്. അർജന്റീനയും സ്പെയിനും 2 സ്വതന്ത്ര രാജ്യങ്ങളായിരിക്കെ മന്ത്രി എന്തിനാണ് സ്പെയിനിലോട്ട് പോയത്? അർജന്റീന പണ്ട് സ്പെയിനിന് കോളനി ആയിരുന്നു എന്നത് ശരിയാണ്. പക്ഷെ മന്ത്രി ടൂർ പോകുമ്പോൾ ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 208 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ക്ഷണിക്കാൻ ഏതെങ്കിലും വിദേശ രാജ്യത്തെ ഒരു സ്റ്റേറ്റിലെയോ പ്രവിശ്യയിലോ സ്പോർട്സ് മിനിസ്റ്റർ ഇംഗ്ലണ്ടിൽ പോയാൽ എങ്ങനെയുണ്ടാവും? ആ പണിയാണ് അബ്ദുൾ റഹ്മാൻ ഇവിടെ കാണിച്ചത്. ഇനി ഈ മഹാൻ അങ്ങോട്ട് യാത്ര ചെയ്ത ദിവസം അർജന്റീന ടീം എന്തെങ്കിലും ആവശ്യത്തിന് സ്പെയിനിലുണ്ടായിരുന്നോ? ഇല്ല. അർജന്റീന ടീമും അതിൻ്റെ അധികാരികളും എല്ലാം അർജന്റീനയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അർജന്റീനയുടെ ഇതിഹാസ താരം ഏഞ്ചൽ ഡി മരിയയുടെ അർജന്റീനയിലെ വിടവാങ്ങൽ മത്സരം
നടന്ന ദിവസമാണ് ഈ പറയുന്ന മന്ത്രി സ്പെയിനിലോട്ട് ടൂർ പോയത്. അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പ്രൈവറ്റ് കമ്പനിയുടെ ബിസിനസ് ഡീൽ സംസാരിക്കാൻ എന്ന പേരിൽ കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രി ജനങ്ങളുടെ നികുതി പണമെടുത്ത് ചെലവാക്കി ടൂർ പോയേക്കുന്നു. അതിന് മറയാക്കിയത് അർജന്റീന എന്ന ടീമിനെയും ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തോടുമുള്ള ജനങ്ങളുടെ വൈകാരികത. 2023 ജൂണിൽ അർജന്റീന ഇന്ത്യയിൽ കളിക്കാൻ ഇങ്ങോട്ട് താല്പര്യം കാണിച്ചതാണ്. അന്ന് അവർ ആവശ്യപ്പെട്ട തുക എന്ന് പറയുന്നത് $5 മില്യൺ ആണ്. അതായത് ഏകദേശം 40 കോടി. അന്നത് പണമില്ലെന്ന് പറഞ്ഞ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആ പ്രപ്പോസൽ മടക്കി. ഇന്ന് അവർ അയച്ചു എന്ന് പറയുന്നത് 140 കോടിയാണ്. പണം അയക്കേണ്ടത്, ഡീൽ ഉറപ്പിക്കേണ്ടതും IFF അല്ലേ എന്നുള്ള ലോജിക്കെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനോ കേരള ഫുട്ബോൾ അസോസിയേഷനോ ഫിഫയോ ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടില്ല. ഒരു അന്താരാഷ്ട്ര ടീം ഏതെങ്കിലും രാജ്യത്ത് പോയി കളിക്കണമെങ്കിൽ, അന്താരാഷ്ട്ര കളിയാണെങ്കിൽ ഫിഫ അറിയണം. ഇനി അതല്ല, ഇവിടെ കളിക്കുന്നു മറ്റൊരു രാജ്യവുമായി ആണെങ്കിൽ, മറ്റൊരു ടീമുമായി ആണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയണം. അതുപോട്ടെ, കേരള ഫുട്ബോൾ അസോസിയേഷൻ പോലും അറിയാതാണ് മന്ത്രിയുടെ പ്രസ്താവന. കുറിപ്പ് തുടരുന്നു. ഇനി ഇവിടെ നടക്കാൻ പോണത് ഞാൻ പറഞ്ഞു തരാം. അർജന്റീന വരില്ല, അതുകൊണ്ട് കരാർ തുക മടക്കി തന്നതാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും വിദേശ അക്കൗണ്ടിൽ നിന്നും ഈ പറയുന്ന 140 കോടി വരും. അതോടെ ആ തുകയെല്ലാം കണക്കിൽപ്പെടുന്ന തുകയായി കഴിഞ്ഞു. അത്രയും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കേരള കായിക വകുപ്പ് മന്ത്രിയും വീരപ്പനും കൂടി നമ്മളെ പൊട്ടന്മാരാക്കുകയാണ് ഉണ്ടായത്. റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളി ആൻഡ്രൂ അഗസ്റ്റിൻ BJP നേതാവുമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ NDA സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആ തുക അയച്ചതിൻ്റെ രേഖകളും അതിൻ്റെ സോഴ്സും ചോദിച്ച് EDയും വരില്ല. പ്രജീഷ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്ന കുറിപ്പാണ്. ഈ കുറിപ്പ് ശരിയാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇതിന് പിന്നിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി വെച്ച എഗ്രിമെന്റിന്റെ കോപ്പി അവർക്ക് റിസർവ് ബാങ്കിന്റെ അനുമതിയോടുകൂടി റിപ്പോർട്ടർ മുതലാളി അങ്ങോട്ട് കൊടുത്ത പണത്തിന്റെ വിശദാംശങ്ങൾ അതെങ്കിലും ഒക്കെ പുറത്തുവിടണ്ടേ? ഇതൊന്നും ചെയ്യാതെ ഈ നാട്ടിലെ ജനങ്ങളോട് എന്തു നുണ പറഞ്ഞാലും അവർ വിശ്വസിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ഇവർ നിരന്തരം നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ നുണയൊക്കെ കേട്ടിട്ട് നമ്മൾ മെസ്സിയെ കാണാൻ ഇത്രയും കാലം കാത്തിരുന്നു നോർക്കുമ്പോൾ കാത്തിരുന്നവരെ നിങ്ങൾക്ക് നാണക്കേട്.